തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയിൽ 2 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് ഉച്ചയോടെ മരിച്ചത്. ഇതിന് പിന്നാലെ മറ്റു കുട്ടികളും അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 16 കുട്ടികൾ തൈക്കാട് ആശുപത്രിയിലും 4 കുട്ടികൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം രാവിലെ ശിശുക്ഷേമ സമിതിയിലെത്തി പരിശോധന നടത്തിയിരുന്നു. അതേസമയം സാധാരണ നടത്താറുള്ള പരിശോധന തന്നെയാണെന്നും കുട്ടികളെ ഇടയ്ക്കൊക്കെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാറുണ്ടെന്നും ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺ ഗോപി അമൃത വാർത്തകളോട് പറഞ്ഞു. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസമാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ ഛർദിയും വയറിളക്കവും ഉണ്ടായതിനെ തുടർന്ന് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ കുഞ്ഞിനെ ഇന്ന് വീണ്ടും OPയിൽ കാണിച്ചു. ചികിത്സയിലിരിക്കുമ്പോഴാണ് കുട്ടി മരണപ്പെട്ടത്. പിന്നാലെ ശിശുക്ഷേമ സമിതിയിലെ 20ഓളം കുട്ടികൾ സമാന അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടി. 16 കുട്ടികൾ തൈക്കാട് ആശുപത്രിയിലും 4 കുട്ടികൾ SIT ആശുപത്രിയിലും ചികിത്സയിലാണ്. രാവിലെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി ശിശുക്ഷേമ സമിതിയിൽ പരിശോധന നടത്തി. അതിനിടെ കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് പോലും ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടായിരുന്നില്ല എന്നും പരാതിയുണ്ട്. പിന്നീട് വളരെ വൈകിയാണ് ആംബുലൻസ് എത്തിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ കുട്ടിയുടെ മരണകാരണം കണ്ടെത്താനാകൂ എന്നാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വ്യക്തമാക്കിയത്. മറ്റു കുട്ടികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നതും ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തിയതും ശിശുക്ഷേമ സമിതി അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും അതിൽ അസാധാരണത്വമില്ല എന്നാണ് വിശദീകരണം. സാധാരണ കുട്ടികളെ പനി, ചുമ, വയറിളക്കം പോലുള്ള അസുഖങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ജില്ലാ മെഡിക്കൽ വിഭാഗവും ഓരോ ആഴ്ചയും ഇവിടെ എത്തി പരിശോധനയും യോഗവും നടത്താറുണ്ടെന്നും അതിന്റെ ഭാഗമായുള്ള നടപടികളാണ് ഇന്നുണ്ടായതെന്നും GL അരുൺ ഗോപി അമൃത വാർത്തകളോട് പറഞ്ഞു. കുട്ടി വൊമിറ്റ് പാല് ഛർദിച്ച് അത് ഈ ശ്വാസോച്ഛ്വാസത്തിനകത്തേക്ക് പോയി, അങ്ങനെ എന്തോ ആണ്. അതിന്റെ ഡീറ്റെയിൽ ഇത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇവിടെ വെച്ചല്ല, ഹോസ്പിറ്റലിൽ വെച്ചാണ്. ഇന്നലെ കുട്ടിയെ ഹോസ്പിറ്റലിൽ ചുമയും ഛർദിലും വയറിളക്കവും ഒക്കെ ആയിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും OPയിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ OPയിലേക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോഴാണ് സംഭവിച്ചത്. ഇത് സമാനമായിട്ട് അവിടെ മറ്റു കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഹോസ്പിറ്റലില് തൈക്കാടും പിന്നെ SITയിലേക്ക് പ്രവേശിപ്പിച്ചെന്ന് കേട്ടു. കുട്ടികൾ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ്. ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട്. ഫുഡ് പോയിസൺ അങ്ങനെ അതുമായി ബന്ധപ്പെട്ടല്ലോ? അല്ല. ആണ്. അപ്പൊ നിലവിൽ ലൂസ് സ്റ്റൂൾ വരാം. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ലൂസ് സ്റ്റൂൾ ആയിരുന്നു. ലൂസ് സ്റ്റൂളിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് പനിയുണ്ട്. പല കുട്ടികൾക്കും അങ്ങനത്തെ ചില അസ്വസ്ഥതകളുണ്ട്. അപ്പൊ അങ്ങനെ ചില സമയത്ത് 10 കുട്ടികൾ ഹോസ്പിറ്റലിൽ ആവാറുണ്ട്. ചില സമയത്ത് 12 കുട്ടികൾ ഹോസ്പിറ്റലിൽ ആവാറുണ്ട്. കഴിഞ്ഞ അങ്ങേ മാസം എനിക്ക് തോന്നുന്നു 28 കുട്ടികൾ എന്തോ ഒരേ സമയം ഹോസ്പിറ്റലൈസ് ആയിരുന്നു. ഒരേ സമയത്ത് അപ്പൊ ഇങ്ങനെ ഒരേപോലെ ഈ പകർച്ചവ്യാധിയാണോ വരുന്നത്? ഒരേപോലെ അങ്ങനെയല്ല, ചില കുട്ടികൾക്ക് പനിയായിരിക്കും വരുന്നത്. ഇപ്പൊ ചില കുട്ടികൾ ഹോസ്പിറ്റലിൽ തന്നെ എന്താണ് നമുക്ക് കിട്ടുന്നത്, ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇപ്പൊ എത്ര പേര് ഇപ്പൊ നിലവിലെ SITയിലും മറ്റേ തൈക്കാടുമായിട്ട്? അപ്പൊ അവര് ഈ ലൂസ് മോഷൻ ആയിട്ടാണോ പോയിരിക്കുന്നത്? ലൂസ് മോഷന്റെ ഉണ്ട്, പനിയായിട്ടുള്ള കുട്ടികളുണ്ട്. മുമ്പും ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുട്ടികളോട് പരിചരിക്കുന്ന രീതിയെക്കുറിച്ച് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിൽ ആയമാരെ സസ്പെൻഡ് ചെയ്തതും കേസായതും മാസങ്ങൾക്ക് മുമ്പാണ്. അൻഫിലിഡി സൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.